ഹായ് പ്യാര വെച്ചോ അനസാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങ് അടുത്തെത്തി. എല്ലാ മക്കളും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അല്ലേ? അതെ, നമ്മൾ പരീക്ഷയാണ് എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയായിട്ട് നമ്മൾ എഴുതും. നിങ്ങളോടൊപ്പം സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് വളരെ അടിപൊളിയായിട്ട് നിങ്ങളെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചോദ്യവുമായിട്ടാണ് അനസാർ എത്തിയിട്ടുള്ളത്. നോക്കൂ, ഇതേപോലെയുള്ള ഒരു ചിത്രം തന്നിട്ട് എന്തായാലും ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ നോക്കൂ, എന്തായിരിക്കും ആ ചോദ്യം? ആ ചോദ്യം ഇതാണ്: സൂചന ചിത്ര പെഹ്ചാനെ ഓർ നാം ചുംകർ ലിഖേ. ഇതെന്താണ് എന്ന് വിചാരിക്കേണ്ട മക്കളെ, ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ എന്താണ് സാർ ഇത്ര ലളിതം? നോക്കാം. സൂചന, അപ്പൊ ചിത്ര പെഹ്ചാനെ, ചിത്രം പറഞ്ഞാൽ നമുക്കറിയാം ചിത്രം, പെഹ്ചാനെ തിരിച്ചറിഞ്ഞ്, അപ്പൊ ചിത്രം തിരിച്ചറിഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്യണം? നാം, നാം എന്ന് പറഞ്ഞാൽ പേര്. ആപ്കാ നാം ക്യാ ഹേ, ആപ്കാ അമ്മി കാ നാം ക്യാ ഹേ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ നാം എന്ന് പറഞ്ഞാൽ പേരാണ്. പേരെന്ത് ചെയ്യുക? ചുൻകർ ലിഖേ, തിരഞ്ഞെടുക്കുക. അതായത് താഴെ തന്നിട്ടുള്ള ചിത്രം തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പേരുകൾ തിരഞ്ഞെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ കാണാം. 1, 2, 3, 4, 5 ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 5 എണ്ണാക്കി മാറ്റി. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം 5 പേരുകളും ഉണ്ട്. 1, 2, 3, 4, 5. അപ്പൊ ഈ കള്ളിയിലുള്ള ഓരോന്നിനും അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കണം അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പൊ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. അപ്പൊ നമുക്ക് വെറുതെ എന്ത് ചെയ്യാം? പെട്ടെന്ന് കണ്ടെത്തണമല്ലോ നമുക്ക്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കള്ളിയൊക്കെ വരച്ച് മനോഹരാക്കി വെക്കാം. കള്ളിയല്ല, ചിത്രം വരച്ചിട്ട്. അപ്പൊ നമ്മൾ ഇതിനൊരു മഞ്ഞ ചിത്രം കൊടുത്തു. സാറേ ഇത് മനസ്സിലായി, ഞങ്ങൾക്ക് കിളിയാണ് അല്ലെങ്കിൽ പക്ഷിയാണ്. അപ്പൊ നമ്മൾ പക്ഷി എന്ന് എഴുതി വെച്ചു. രണ്ടാമത് നോക്കൂ, മനോഹരമായിട്ടുള്ള മറ്റൊരു ചിത്രം നമുക്ക് കാണാം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനൊരു ചുവന്ന ഒരു കളർ കൊടുത്തു നോക്കി അല്ലെ? ചുവന്ന കളർ കൊടുത്തപ്പോൾ മനോഹരമായിട്ടുള്ള എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു പൂവ് കാണാൻ പറ്റുന്നുണ്ട്. പുഷ്പം അല്ലെ? പുഷ്പാണോ അല്ലെ? പൂവ് അല്ലെ? ഓക്കെ, ഇനി മനോഹരമായിട്ടുള്ള മറ്റൊരു ചിത്രം നമുക്ക് കാണാം അല്ലെ? അപ്പൊ ആ മറ്റൊരു ചിത്രം എന്തായിരിക്കും? നമ്മളിത് അങ്ങനെ നോക്കി, എന്താണ് ആ ചിത്രം അല്ലെ? എന്താണ്? യെസ്, ഒരു പട്ടിക്കുട്ടിയാണ് അല്ലെ? അപ്പൊ ആ പട്ടിക്കുട്ടിയെയും നമ്മൾ കണ്ടെത്തി. ഇനി എൻ്റെ മക്കൾ നോക്കിക്കോ, മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ? എന്താണ്? ഒരു മനോഹരമായിട്ടുള്ള പുസ്തകം അല്ലെ? അപ്പൊ ആ പുസ്തകം നമ്മൾ കണ്ടു, അത് നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു വെച്ചു, പുസ്തകം. ഈ നാലാമതായിട്ട് എന്തോ കാണുന്നുണ്ട്. എന്താ കാണുന്നത് അല്ലെ? എന്താണ് കാണുന്നത്? യെസ്, ഈച്ചയാണ് അല്ലെ? ഈച്ചയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു വെച്ചു. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? എല്ലാതും ഐഡന്റിഫൈ ചെയ്തു വെച്ചു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട പരിപാടി? ഈ കള്ളിയിലുള്ളത് അനുയോജ്യമായിട്ട് എഴുതി കൊടുക്കുക. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിയുന്ന പേരുകൾ നോക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം മുതലേ പഠിച്ച പേരാണെന്ത്? നമ്മുടെ ഒന്നാമതായിട്ട് തന്നിട്ടുള്ള പക്ഷിക്കുള്ള പേര്. പക്ഷിക്ക് നമ്മൾ പറയുന്നത് നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, ചിടിയ എന്നാണ്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് നേരെ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി അല്ലെ? നേരെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു, ചിടിയ. ഇനി എൻ്റെ മക്കൾ രണ്ടാമത് നോക്ക്, പൂവാണ്. നമ്മൾ പഠിച്ചതാണ്. കലീഹേ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ചിത്രം കൊടുത്തതാണ്. അപ്പൊ കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ടാണ്. അപ്പൊ ഇതെന്താണ്? ഇത് പൂമൊട്ടാണ്. അപ്പൊ നമ്മൾ ഇത് പൂവാണ് എന്ന് വിചാരിച്ചെങ്കിൽ പോലും നമ്മൾ ഇത് ഓപ്ഷൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? ഇത് പൂമൊട്ടാണ് എന്ന് അല്ലെ? കലി എന്ന് പറഞ്ഞാൽ പൂമൊട്ടാണ്. അപ്പൊ നമ്മൾ എന്താക്കി? ഇത് കലിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് എഴുതി. സെറ്റ് അല്ലേ? ഇനി നമുക്ക് കാണാം, നമ്മുടെ ഒരു പട്ടിക്കുട്ടിയെ കാണാം. അപ്പൊ നീതുക്കേതാ പില്ലായേക്ക്, നീതുവിനുണ്ടൊരു പട്ടിക്കുഞ്ഞ്. അപ്പൊ പില്ലയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ പില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടിയാണ്, പട്ടിക്കുഞ്ഞാണ്. സെറ്റ് അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇനി പുസ്തകമാണ്. പുസ്തകത്തിൽ നമ്മൾ പറയുന്ന പേര് കിതാബ് എന്നാണ്. അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി അവസാനം പിന്നെ നമുക്ക് ചിലപ്പോൾ ഈച്ചക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും 4 എണ്ണം ശരിയാക്കിയാൽ പിന്നെ ഒന്ന് ബാലൻസ് വരുമല്ലോ. അതും കൂടി നമ്മൾ എഴുതുമ്പോൾ അതും കൂടി നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. മക്കി എന്നാണ് അതിനെന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എത്രയാടാ മക്കളെ? 5 മാർക്കാണ്. വളരെ ലളിതമായിട്ടാണ് നമുക്ക് 5 മാർക്ക് കിട്ടുന്നത് അല്ലെ? വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആ മാർക്ക് കിട്ടും. അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ എൻ്റെ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയെ നേരിടണം. നിങ്ങളുടെ ഒപ്പം സൈലം ഉണ്ട്, അനസാർ ഉണ്ട്, ഇവിടുത്തെ മറ്റെല്ലാ ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പൊ ആരും എന്ത് ചെയ്യണ്ട, പേടിക്കണം. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഷുവർ ആണ്, 100% നിങ്ങളോട് ചോദിക്കും എന്നുള്ളതാണ്. ഈ ചോദ്യം എന്തായാലും ഇത്തരത്തിലുള്ള ചോദ്യം, ചിത്രം വേറെ ആയിരിക്കും, ഓപ്ഷനിൽ വേറെ ആയിരിക്കും, ആ ചിത്രത്തിന് അനുയോജ്യമായതായിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് എന്നുള്ളത് എൻ്റെ മക്കൾ മനസ്സിലാക്കുക.
ओके मकले, अगला क्लास में अनुसार फिर मिलेगा। सबका बहुत बहुत शुक्रिया, बाय बाय।